السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. നമ്മുടെ ജീവിതരേഖയായി അള്ളാഹു നമുക്ക് സമ്മാനിച്ച വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ മുഖേന അവതീർണമായ ഈ ഒരു ഗ്രന്ഥം പിൽക്കാലത്ത് ക്രോഡീകരിക്കപ്പെടുകയും അത് ഇക്കാലം വരെയും കൃത്യമായി പാരായണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ ഖുർആനിനെ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഈ ഒരു ഗ്രന്ഥം ഇത് മുബാറക്കുൻ, നാം നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ഈ ഒരു ഗ്രന്ഥം അത് മുബാറക്കുൻ, അത് പരിശുദ്ധമായ ഒരു ഗ്രന്ഥമാണ്, ബറക്കത്താക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഫത്തബിഊഹു, അതിനാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ പിന്തുടർന്ന് പോവുക, അതിൽ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ്. വത്തഖൂ ലഅല്ലകും തുർഹമൂൻ, അത് കാരണം നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടുന്നവരായേക്കാം. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ഇത്രയേറെ പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യദ്ഫഉ മുസ്തമിഉൽ ഖുർആനി ബൽ വദ്ദുന്യ വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. ഖുർആൻ കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവനെ തൊട്ട് തടയപ്പെടുക, അവനിൽ തൊട്ട് സംരക്ഷിക്കപ്പെടുന്നത് ദുനിയാവിന്റെ ശിക്ഷകളാണ്, ദുനിയാവിലെ പരീക്ഷണങ്ങളാണെങ്കിൽ ഖുർആൻ നിത്യമായി പാരായണം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിന്ന് ആഖിറത്തിലെ പരീക്ഷണങ്ങളായിരിക്കും അവനിൽ നിന്ന് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക, അതിലൂടെ നമുക്ക് ആഖിറത്തിൽ ഉണ്ടാവുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്വഹാബാക്കൾ പറഞ്ഞു, അദ്ദേഹം വഫാത്തായ സമയത്ത് ആകാശഭൂമികൾ ഒന്നടങ്കം കരഞ്ഞു. അദ്ദേഹത്തിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്ന സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവലാതി പറഞ്ഞു അത്രേ, റസൂലെ, ഈ മയ്യത്തിന് തീരെ വെയിറ്റ് ഇല്ലല്ലോ റസൂലെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ മയ്യത്ത് യഥാർത്ഥത്തിൽ ചുമക്കുന്നത് നിങ്ങളല്ല, ആ മയ്യത്ത് ചുമക്കുന്നത് അള്ളാഹു പ്രത്യേകം സജ്ജമാക്കിയ മലായിക്കത്തുകളാണ് എന്നുള്ളതാണ്. മൂന്നാമതായി അദ്ദേഹത്തിന്റെ പവിത്രതയായി പറയുന്നത്, അദ്ദേഹത്തിന്റെ ഖബർ കുഴിച്ച വ്യക്തി ആ ഖബറിൽ നിന്നൊരു പിടി മണ്ണെടുത്തു. കാരണം ആ ഖബർ നിറയെ പരിമളമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ പരിമളം ത്തിന്റെ ബറക്കത്ത് ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരു പിടി മണ്ണെടുക്കുകയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് അത് മിസ്കിനേക്കാൾ ഏറെ പരിമളമായി അത് വാസനിക്കുകയും ചെയ്തു. അങ്ങനെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, ആ രാത്രി തന്നെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, ഇത് ഞാൻ ഖുർആൻ പാരായണം ചെയ്തത് കൊണ്ട്, നിത്യമായി അള്ളാഹുവിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി അള്ളാഹു എനിക്ക് നൽകിയ പവിത്രതകളാണ്. അതുകൊണ്ട് നിങ്ങളും ഖുർആൻ പാരായണം ചെയ്യുക. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, റസൂലെ ഔസിനി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരൂ എന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്തു, അലൈക ബിത്തഖ്വല്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിനെ തുടർന്ന് അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹാ റഅസു അംരിക്, കാരണം കാര്യങ്ങളുടെ കാതൽ അതാണ്. കാരണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ആ ഒരു രൂപത്തിലാണ് നമുക്ക് ജീവിതത്തിൽ വിജയം ലഭിക്കുക. പിന്നീട് അദ്ദേഹം പറഞ്ഞു, സിദ്നി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, കുറച്ചുകൂടി എനിക്ക് വർദ്ധിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരൂ. അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലൈക ബിത്തിലാവത്തിൽ ഖുർആൻ, നിങ്ങൾ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹാ നൂറുൽ ലക ഫിസ് സമാവാതി വനൂറുൽ ലക ഫിൽ അർളി, അത് നിങ്ങൾക്ക് ആകാശഭൂമികളിൽ, 7 ആകാശഭൂമികളിലും നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമായി അത് മാറിയേക്കാം എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കേൾക്കലും വളരെ പവിത്രമേറിയ കാര്യമാണ്. അതാണ് ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലത്ത് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് സൂറത്തുൽ അറാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ ഫസ്തമിഉ ലഹു വഅൻസിതു, നിങ്ങൾ അത് സാഗൂതം ശ്രവിക്കുക, ലഅല്ലകും തുർഹമൂൻ, അത് കാരണം നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടുന്നവരായേക്കാം. അതുകൊണ്ട് ഖുർആൻ നോക്കി ഓതുക വളരെ പ്രതിഫലമുള്ളതാണ്. ഖുർആൻ കേൾക്കുക വളരെ പ്രതിഫലമുള്ളതാണ്. ഖുർആൻ നോക്കി ഓതുന്നത് വളരെയേറെ പ്രതിഫലമുള്ളതാണ്. ഒരുപാട് ഹദീസുകൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിലും
ആ ഹദീത്തുകളുമൊക്കെ ലൈഫാണ്. എങ്കിൽ കൂടി സലഫുകളും ഖലഫുകളുമായ പണ്ഡിതന്മാർ ഇതിനെ പറയുന്നുണ്ട്, അത് നോക്കിയോതലാണ് കൽബിൽ നിന്നോതുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത്. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അൽ ആദാബു ഫി തിലാവത്തിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ഖുർആൻ അഫ്ളലു ഖിറാഅത്തുൽ ഖുർആനി മിനൽ മുസ്ഹഫി അഫ്ളലു മിനൽ ഖിറാഅത്തിൽ ഖുർആനി അൻ ലഹരിൽ ഖൽബ്. അഥവാ അദ്ദേഹം പറഞ്ഞു, ഖുർആൻ മുസ്ഹഫിൽ നോക്കി ഓതുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതിനേക്കാൾ? ലഹറുൽ ഖൽബ്, ബൈഹാർട്ട് ചെയ്ത ആ ഒരു രൂപത്തിൽ നിന്ന്, ബൈഹാർട്ട് ചെയ്ത ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഓതുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായി ഏറ്റവും പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് ഖുർആൻ മുസ്ഹഫിൽ നോക്കി നമ്മൾ പാരായണം ചെയ്യുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേറെ പ്രതിഫലം നമുക്ക് നൽകും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹം തുടർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, ഈ ഒരു രൂപത്തിൽ നമ്മൾ ഓതിയാൽ ഫതജ്തമിഉൽ ഖിറാഅ വൻ നളർ, ഇവിടെ നമുക്ക് ഖുർആൻ നോക്കിയോതലോടുകൂടി നമുക്ക് ലഭിക്കുന്നത് ഖിറാഅത്ത്, ഖുർആൻ പാരായണം ചെയ്തു എന്നുള്ളതിന്റെ ഒരു പ്രതിഫലമുണ്ട്, അതുപോലെ ഖുർആൻ നോക്കിയോതി എന്നുള്ളതിന്റെ ഒരു പ്രതിഫലവുമുണ്ട്. അങ്ങനെ 2 പ്രതിഫലമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഖുർആൻ ഇനി അദ്ദേഹം എക്സ്ക്യൂസ് നൽകുന്ന ചില വിഭാഗമുണ്ട്. അദ്ദേഹം പറയുന്നു, ഖുർആൻ ലഹറുൽ ഖൽബ്, അഥവാ ഹാഫിലീങ്ങളായ ആളുകൾക്ക് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അവർക്ക് കുറച്ചുകൂടി ആത്മീയത ലഭിക്കുക ഖുർആൻ ഒന്ന് കാണാപ്പാടം ഓതുമ്പോഴായിരിക്കും. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതായിരിക്കും ഉത്തമം. കാരണം ഖുർആൻ ഓതലിലൂടെ ലക്ഷ്യമാക്കുന്നത് അതാണല്ലോ. ഖുർആനിൽ ഓതലിലൂടെ ലക്ഷ്യമാക്കുന്നത് ആത്മീയമായ ഉന്നമനവും അള്ളാഹുവിലേക്കുള്ള ഒരു വഴിയൊരുക്കലുമാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട ആളുകൾ, അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഖുർആൻ ഏറെ വർദ്ധിപ്പിക്കുന്ന ആളുകളാണ്. ഖുർആൻ ഖത്മ് തീർക്കുന്നതിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരായിരുന്നു മുൻകാല പണ്ഡിതന്മാർ. അവരുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് 10 ദിവസങ്ങൾ കൊണ്ട് ഖത്മ് തീർത്തവരുണ്ടായിരുന്നു, ഒരാഴ്ച കൊണ്ട് ഖത്മ് തീർത്തവരുണ്ടായിരുന്നു. എന്നാൽ ഒരു നിസ്കാരത്തിന്റെ സമയത്തിൽ നിന്ന് മറ്റേ നിസ്കാരത്തിന്റെ സമയം എടുക്കുമ്പോഴേക്ക് ഒരു ഖത്മ് തീർത്തവർ. ഇബ്നു ഖാത്തിം അസ്സൂഫി എന്ന് പറയുന്ന പണ്ഡിതൻ ഡെയിലി 8 ഖത്മുകളെങ്കിലും തീർക്കുമായിരുന്നു. അദ്ദേഹത്തോട് ഒരു വ്യക്തി ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ഖത്മുകൾ തീർത്തത് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാത്രി സമയങ്ങളിൽ 4 ഖത്മുകളും പകൽ സമയത്ത് 4 ഖത്മുകളും തീർക്കുമായിരുന്നു എന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു നൃത്തത്തിൽ തന്നെ, ഒരു നിസ്കാരത്തിൽ തന്നെ ഒരു ഖത്മു തീർത്ത പണ്ഡിതന്മാരുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സ്വഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് റസൂലെ എന്ന് വന്നുകൊണ്ട് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അൽ ഹാലു വൽ മുർത്തഹീൽ. അപ്പൊ സ്വഹാബി ചോദിച്ചു, അവിടെ ഉണ്ടായിരുന്ന സ്വഹാബാക്കൾ ചോദിച്ചു അത്രേ, എന്താണ് റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹാലി മുർത്തഹീൽ എന്നൊക്കെ പറഞ്ഞാൽ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് വിശദീകരിച്ചു കൊടുത്തു, ഹാലി മുർത്തഹീൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതലും ശേഷം അടുത്ത ഖത്മിനുള്ളത് തുടങ്ങി വെക്കുന്ന ഒരു പ്രക്രിയയുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. അതേറെ പുണ്യമുള്ളതും അള്ളാഹുവിൽ ഏറെ ആത്മീയമായി എടുക്കാൻ സഹായിക്കുന്നതുമാണെന്ന് പിൽക്കാല പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അർത്ഥം ആലോചിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേറെ ഒന്നുകൂടി പ്രതിഫലം കൂടുതലാണ് എന്ന് ഇബ്നു ഹൈതമിനെ പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ നാം ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ വളരെ പവിത്രതയേറെയുണ്ട്. പണ്ഡിതന്മാർ അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളും നമ്മളെ അതിൽ പ്രേരിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ആയത്തുൽ കുർസി ദിനേന വെറുതാക്കിയാൽ, അവൻ പതിവാക്കിയാൽ അവനിക്ക് ലഭിക്കുന്നത് അവന്റെ സ്വർഗത്തിന്റെയും ഇടയിലുള്ള മറ എന്ന് പറയുന്നത് മരണം മാത്രമാണ്. നമ്മൾക്ക് അള്ളാഹു അത് വർദ്ധിപ്പിക്കാൻ, ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ തൗഫീക്ക് നൽകട്ടെ. രാത്രിയിൽ നാം മഗ്രിബിന്റെയും ഇശാഇന്റെയും ഒക്കെ ഇടയിൽ മുൽക്ക് സൂറത്തും അതുപോലെ വാഖിയ സൂറത്തും ഒക്കെ ഇടയിൽ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഖബറിലുള്ള ശിക്ഷയിൽ നിന്നുള്ള മോക്ഷവും അതുപോലെ നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്നുള്ള രക്ഷയും ഒക്കെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിൽ ആത്മീയമായി മുന്നേറാൻ ഖുർആനിൽ പഠന അധ്യാപനങ്ങളിലൂടെ ഖുർആനിന്റെ ഖത്മുകൾ തീർക്കുന്നതിൽ തീർത്തും ആവേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ എടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി